വിശന്നു വളഞ്ഞ ചെന്നായ ഇര തേടി അലയുകയായിരുന്നു. കുറെ നടന്നിട്ടും ഒന്നും കിട്ടാതെ നിരാശനായിരിക്കുമ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരു കുതിരക്കൂട്ടം പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന കുതിരകളെ കണ്ടപ്പോൾ അവന്റെ വായിൽ വെള്ളം ഊറി. കൂട്ടത്തിലെ ചെറു കുതിരകളിൽ ഒന്നിനെ കിട്ടിയാൽ ഇന്നത്തെ കാര്യം കുശാലായി. പക്ഷെ എളുപ്പമൊന്നുമല്ല കുതിരയെ പിടിക്കാൻ. അവരുടെ ഒപ്പം ഓടിയെത്താനൊന്നും ചെന്നായ്ക്കാകില്ല. അവനൊരു സൂത്രം തോന്നി. അവൻ നേരെ കുതിരക്കൂട്ടത്തിനടുത്തേക്ക് ചെന്നു. തങ്ങളുടെ നേരെ നടക്കുന്ന ചെന്നായെ കണ്ട് കുതിരകൾ അത്ഭുതത്തോടെ നോക്കി. ചെന്നായ അവരോട് പറഞ്ഞു, ഞാനൊരു വൈദ്യനാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ കാണുന്ന ആ കുതിരക്കുട്ടിക്ക് കാലിൽ മുടങ്ങുണ്ട്. ഞാൻ അവന്റെ മുടങ്ങ് മാറ്റിത്തരാം. ഓക്കെ. കാല് കാണിക്കാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ ചാടി വീണ് കുതിരക്കുട്ടിയെ ആക്രമിക്കാനായിരുന്നു ചെന്നായയുടെ തന്ത്രം. ഓഹോ, താങ്കൾ ഒരു വൈദ്യനാണല്ലേ? ഞാനൊരു വൈദ്യനെ കാണാനിരിക്കുകയായിരുന്നു. എന്റെ പിൻകാലിൽ ഒരു മുറിവുണ്ട്. കൂട്ടത്തിലെ ഒരു വലിയ കുതിര പറഞ്ഞു. അതിനെന്താ, ഞാൻ ശരിയാക്കി തരാം. കൂട്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറി നിന്നോളൂ. വലിയ കുതിരയാണെങ്കിൽ തനിക്ക് അടിച്ചു വീഴ്ത്താമല്ലോ എന്ന് കരുതി ചെന്നായ പറഞ്ഞു. കുതിര മാറി നിന്ന് തന്റെ ഇടത്തെ പിൻകാൽ ഉയർത്തി. ചെന്നായ അതിലെ മുറിവ് നോക്കുന്നതായി അഭിനയിച്ചു. കുതിരയുടെ പിന്നിലെത്തി. കുതിര പെട്ടെന്ന് ഉയർന്ന് ചാടി തന്റെ കാല് കൊണ്ടുകൊണ്ട് ഊക്കനൊരു തൊഴി. 3-4 മലക്കം മറിഞ്ഞ് ഏതാനും വാര അകലത്തേക്ക് തിരിച്ചു വീണ ചെന്നായിക്ക് എണീക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കുറെ സമയമെടുത്ത് എണീറ്റ് നടന്നുപോയി. പിന്നീട് ഒരിക്കലും കുതിരയെ തിന്നണമെന്ന് സ്വപ്നത്തിൽ പോലും അവൻ ചിന്തിച്ചിട്ടേയില്ല.